السميع العليم من الشيطان الرجيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണം, സൂക്ഷിക്കണമെന്ന് ഓരോരുത്തരെയും അതീവ ഗൗരവമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളെയും പുണ്യകർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ പ്രത്യേകം ശ്രദ്ധ വെക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളായ നമ്മൾ ദിനംപ്രതി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില പദങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ അദ്കാറുകളിൽ നിരന്തരം ആവർത്തിച്ചു പറയുന്ന ചില വാക്കുകളുണ്ട്. ദിക്റുകൾ കേവലം ചൊല്ലിപ്പോകാൻ മാത്രമുള്ളതല്ല. ദീൻ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾക്കും ദിക്റുകൾക്കുമൊക്കെ നമ്മുടെ സ്വഭാവത്തെയും വിശ്വാസത്തെയും നമ്മുടെ സാമ്പത്തിക മേഖലയെപ്പോലും സ്വാധീനിക്കുന്നതാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പദമാണ് റബ്ബ്. റബ്ബ് എന്ന വാക്ക് നമ്മൾ ആവർത്തിക്കാത്തൊരു ദിവസവും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒട്ടുമിക്ക പ്രാർത്ഥനകളും റബ്ബ്, റബ്ബന, റബ്ബി എന്നൊക്കെ ഈ പദം കൊണ്ട് തുടങ്ങുന്നതാണ്. വിശുദ്ധ ഖുർആനിലും നൂറുകണക്കിന് പ്രാർത്ഥനകളുണ്ട്. 100-ലധികം പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥന കുറവാണ്. എല്ലാം റബ്ബന, റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവയാണ്. നമ്മുടെ ഇതര അദ്കാറുകളിലും ഈ പദങ്ങൾ ധാരാളമായി വരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും റബ്ബ് എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ തന്നെ പലതവണ കടന്നു പോകുന്നുണ്ട്. ഈ പദം നമ്മുടെ വിശ്വാസം, നമ്മുടെ നിസ്സഹായാവസ്ഥ, നമ്മുടെ സാമ്പത്തിക മേഖല, ഇതിനെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ ഖാലിഖ് വൽ മാലിക് വൽ മുദബ്ബിർ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അതിൻ്റെ അർത്ഥം മനഃപ്പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സകല കാര്യങ്ങളുടെയും ഉടമ. അല്ലാഹുവാണ്. സകലത്തിന്റെയും നിയന്താവ് അല്ലാഹുവാണ്. സകലമാന വസ്തുക്കളുടെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്. ഇതാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത്. റബ്ബ് എന്ന പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഈ 3 ആശയങ്ങളും ഒരേ സമയം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. അല്ലാഹുവാണ് എൻ്റെ ഉടമ, അവനാണ് സകലത്തിന്റെയും ഉടമ എന്ന് പറയുമ്പോൾ അതിനൊരു മറുവശമുണ്ട്.
എല്ലാറ്റിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും സാക്ഷാൽ ഉടമ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം എനിക്ക് ഒന്നും ഇല്ല എന്നാണ്. എനിക്കെന്റേത് എന്ന് പറയാൻ ഒന്നുമില്ല എന്നാണ് അതിന്റെ കാമ്പ്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്റേത് എന്ന് പറയുന്നത് സൗകര്യാർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം സാക്ഷാൽ ഉടമകൾ നമ്മളാണ് എന്നർത്ഥത്തിലല്ല. നിന്റെ കയ്യിലുള്ളതെന്തും നീ തന്നെയും നിന്റേതല്ല. നമ്മൾ സാധാരണ എന്റെ വീട്, എന്റെ സ്ഥലം, എന്റെ വ്യാപാരം, കച്ചവടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് ഞാൻ താമസിക്കുന്ന എന്റെ വീട്, എന്റെ സ്ഥലം, എന്റെ വാപ്പ എന്റേതാണെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു എന്റേതാണെന്ന്. നാളെ എന്റെ മക്കൾ പറയും അവരുടേതാണെന്ന്. അവരുടെ ശേഷം അവരുടെ മക്കൾ അവരൊക്കെ പറയും എന്റേതാണെന്ന്. ഒരു സ്ഥലത്തെക്കുറിച്ച് തലമുറകൾ എന്റേത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ ഇത് ആരുടേതുമല്ല. താൽക്കാലികമായി വളരെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുവാൻ താൽക്കാലികമായി അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. താൽക്കാലികമായ ഉപയോഗാധികാരം എന്നതിനപ്പുറം നമ്മൾ അതിന്റെ സാക്ഷാൽ ഉടമകളല്ല. ഇതാണ് റബ്ബ് എന്ന പദം നമ്മെ ആവർത്തിച്ചാവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത്. ഈ ഒരു ചിന്ത, ഈ റബ്ബ് എന്ന് പറയുന്നതിന്റെ ആശയം പൂർണാർത്ഥത്തിൽ നമ്മുടെ ഇടനെഞ്ചിലേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സാമ്പത്തിക മേഖല എല്ലാം ക്ലിയറായി മാറും. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സക്കാത്ത് എന്ന കാര്യം പോലും ഒരാൾക്ക് കൊടുത്തു വീട്ടുവാനുള്ള പ്രേരണ, അത് കൊടുത്തു വീട്ടണം എന്നതിനെ കുറിച്ചുള്ള സജീവമായ ബോധവും ചിന്തയും റബ്ബ് എന്ന പദത്തെക്കുറിച്ച് ഓർത്താൽ മതി. എന്റെ കയ്യിലുള്ള ധനം എന്ന് പറയുന്നത് എന്റേതല്ല, അതിന്റെ ഉടമ അള്ളാഹുവാണ്. നൽകിയവൻ പറയുകയാണ്, സാക്ഷാൽ ഉടമ പറയുകയാണ്, ഞാൻ നിനക്ക് നൽകിയ ഈ ധനത്തിൽ നിന്ന് ഒരു നിശ്ചിത ചെറിയ ഒരു ശതമാനം അത് ഇന്ന ആളുകൾക്ക് നീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ആശയം ഉൾക്കൊണ്ട ഒരാൾക്ക് അത് കൊടുക്കാൻ തെല്ലും പടിയുണ്ടാവില്ല. കൊടുക്കാൻ പറയുക മാത്രമല്ല, കൊടുത്തു കഴിഞ്ഞാൽ നിനക്കതിനെ കണക്കാക്കാൻ കഴിയാത്ത വിധം അള്ളാഹു തആല അത് തിരിച്ചു തരും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഔദാര്യം. അള്ളാഹ് നമുക്ക് തരിക, എന്നിട്ട് അവൻ നമ്മോട് അതിൽ എല്ലാമല്ല ഒരല്പം കൊടുക്കാൻ പറയാം. കൊടുത്തിട്ട് കണക്കാക്കാൻ കഴിയാത്ത നിങ്ങൾ തന്നെ തിരിച്ചു തരും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കാക്കാൻ കഴിയാത്ത അവന്റെ ഔദാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ബോധം നമ്മിൽ സജീവമായി ഉണ്ടാവാൻ നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും പരാമർശങ്ങൾ നടത്തുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അള്ളാഹു തആല സക്കാത്തിനെ നമസ്കാരത്തോട് ചാർത്തിയാണ്, അതിനോട് ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. 10-28 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെയും നമസ്കാരത്തെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വചനം പാരായണം ചെയ്യുമ്പോൾ തന്നെ ഈ റബ്ബിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ വിധം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് സക്കാത്തിനെ കുറിച്ചുള്ള സജീവമായ ബോധമുണ്ടാകുക തന്നെ ചെയ്യും. നമസ്കാരത്തിന്റെ അതിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകളുടെയും അദ്കാറുകളുടെയും ആശയങ്ങൾ ശരിയാമിതം ഗ്രഹിച്ചാൽ തന്നെ അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഈ ഒരു ചിന്ത മാത്രമുണ്ടായാൽ മതി. പിന്നെ സക്കാത്ത് കൊടുക്കാൻ ആളുകൾ സ്വമേധയാ ഒരു നിർബന്ധത്തിന്റെയോ
ഒരു പ്രേരണയുടെ ആവശ്യമില്ലാതെ സ്വയം പ്രേരിതരായി അവരത് കൊടുക്കാൻ സന്നദ്ധരാകും. ഇനി ഇസ്ലാം ധനത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നതുകൂടെ അതിന് വേണമെങ്കിൽ ഉപോത്ബലകമായി നമുക്ക് പറയാം. ഇസ്ലാം ധനം നൽകുന്നത് മറ്റു അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത് പോലെ തന്നെ ധനം നൽകുന്നതും അത് അല്ലാഹു തആല അവന്റെ ഓശാരമായി നൽകുന്നതാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ നമ്മുടെ ആസൂത്രണ മികവ് കൊണ്ടോ കിട്ടുന്നതല്ല യഥാർത്ഥത്തിൽ ധനം. ഒരേ കച്ചവടം നിർവഹിക്കുന്ന രണ്ടുപേർ, ഒരാൾക്ക് നല്ല ലാഭം കിട്ടുന്നു, മറ്റൊരാൾക്ക് അത്ര കിട്ടുന്നില്ല. ഒരേ ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് വ്യാപാരം നിർവഹിക്കുന്നത്. ഒരേ ബുദ്ധി നിലവാരമുള്ള ആളുകൾ നിർവഹിക്കുമ്പോഴും ഈ സമ്പാദനത്തിൽ വ്യത്യാസം വരുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? അതവന്റെ ബുദ്ധിയോ അവന്റെ സാമർത്ഥ്യമോ അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി നൽകുന്നതാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഈ അർത്ഥം, ഈ ആശയം പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ബഖറയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാം, വിശ്വാസി സമൂഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദർശത്തിൽ വിശ്വസിക്കുന്നവർ, വയുഖീമൂന സ്വലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവർ. വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. നാം അവർക്ക് നൽകിയത് മുഴുവൻ ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, നൽകിയതിൽ നിന്ന് അല്പം. ആ അല്പം എങ്ങനെയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. റസഖ്നാ, നാം നൽകി എന്നാണ് പറയുന്നത്. നാം തന്നതാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ ആസൂത്രണം കൊണ്ടോ ഉണ്ടായതല്ല. ഞാൻ നിങ്ങൾക്ക് വാരിക്കോരി നൽകുന്നു, അതിനൊരൽപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ വിധേന, ഞാൻ പറഞ്ഞ മാർഗത്തിൽ, ഞാൻ പറഞ്ഞ ആളുകൾക്ക് നിങ്ങളത് കൊടുത്തു വീട്ടണം എന്ന് അല്ലാഹു തആല പറയുന്നു. എന്റേത് ഞാൻ എന്ന ചിന്ത തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ദീൻ. ഞാൻ എന്നാദ്യം അഹങ്കാരപൂർവ്വം പറഞ്ഞത് ഇബ്ലീസാണ്. എന്റെ ധനം, എന്റെ അധ്വാനം, എന്റെ സമ്പാദ്യം എന്നർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ള ആള് ഖാറൂനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ശതകോടീശ്വരനായിരുന്ന ഖാറൂനാണ് എന്റെ ധനം എന്ന് അഹങ്കാരപൂർവ്വം പറഞ്ഞിട്ടുള്ളത്. അവൻ ഒരിക്കലും അവന്റെ ധനം ഉപകരിച്ചിട്ടില്ല. അവനെയും അവന്റെ ധനത്തെയും അടക്കമല്ലാകൂ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സാമ്പത്തികമായി ബന്ധപ്പെട്ട അഹങ്കാരികളായി മാറിയ, ഗർവ് നടിച്ച പല ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ തന്നെ അവർക്കുള്ള കടുത്ത ശിക്ഷ നൽകിയ പല സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല. നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന അൽ കഹ്ഫിൽ അടക്കം സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചിട്ടുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ അറിയേണ്ടത്, ധനം എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് ഔദാര്യമായി നൽകിയതാണ്. എത്രയും ഒരാൾക്ക് സമ്പാദിക്കാം. സമ്പാദിക്കുന്നതിന് ഒരു പരിധിയും ഇസ്ലാം വെച്ചിട്ടില്ല. ഒരാൾക്കും ഇത്രയും നിങ്ങൾ സമ്പാദിക്കാവൂ, ഇത്രയും നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ സമ്പാദ്യം നിർത്തണം എന്നൊരു കൽപ്പനയില്ല. എത്രയും സമ്പാദിക്കാം. ഹലാലായ മാർഗത്തിലൂടെ എത്രയും നമുക്ക് സമ്പാദിക്കാം. ഇതാണ്. എന്നാൽ ഇതൊക്കെ സമ്പാദിക്കുമ്പോഴും അവന്റെ മനസ്സിൽ അടിയുറച്ചുണ്ടാകേണ്ടുന്ന വിശ്വാസം ഇതെന്റെതല്ല എന്ന ബോധമാണ്. സമ്പത്തിനെ കുറിച്ച് പല കാഴ്ചപ്പാടുകളുമുണ്ട്, നമുക്കറിയാം. ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് എത്രയും സമ്പാദിക്കാം. പല മതങ്ങളുടെയും ആശയങ്ങളിൽ കാണുന്നത് ധനാഢ്യൻ സ്വർഗത്തിൽ പോകുകയില്ല എന്ന ആ കാഴ്ചപ്പാട് തികച്ചും ഇസ്ലാം അതിനോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കാത്ത കാലത്തോളം ധനവാന് സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ലെന്ന് പറയുന്ന മതങ്ങളുണ്ട്.
ദുനിയാവ് ശവമാണ്, അത് തേടിപ്പോകുന്നവർ പട്ടികളാണ് എന്ന് പറയുന്ന സൂഫികളുണ്ട്. ഇതിനോടൊന്നും ഇസ്ലാമിന് യോജിപ്പില്ല. ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് സമ്പാദിക്കാം, സമ്പാദിച്ച് അതിൻ്റെ ഒരു നിശ്ചിതമായ വിഹിതം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് നൽകണമെന്നാണ്. ഒരു വിശ്വാസിക്ക് അവൻ അല്ലാഹു തആല നൽകുന്ന ധനം, ആ ധനം കൊണ്ട് അവന്റെ പരലോക ജീവിതം ഭദ്രമാക്കാനാണ് അവൻ അത് ഉപയോഗപ്പെടുത്തേണ്ടത്. മറ്റുള്ള വിശ്വാസികളല്ലാത്തവരുടെ കയ്യിൽ കിട്ടുന്ന ധനം പോലെയാകരുത് നമ്മുടേത്. ധനം അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കാം, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ കൊടുക്കാം. അവിശ്വാസികളുടെ കയ്യിലുണ്ടാകുന്ന ധനം പോലെയാകരുത് നമ്മുടേത്. നമ്മളിൽ ലഭ്യമാകുന്ന ഈ ധനം നമ്മുടെ പാരത്രിക ജീവിതം ഭദ്രമാക്കാനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ധനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്ന് ഓടിച്ചു പറയാം, നമ്മുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിക്ക് ഇന്ന് എത്രയാണോ വില, ആ വിലക്കുള്ള കാശ് നമ്മുടെ കയ്യിൽ ഒരു വർഷം നമ്മുടെ അത്യാവശ്യ ചെലവ് കഴിച്ച് എന്നല്ല, അത്യാവശ്യ ചെലവ് എന്നാണ്. നമ്മുടെ അത്യാവശ്യ ചെലവ് കഴിച്ച് 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള കാശ് ഒരു കൊല്ലം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ അതിന്റെ 2.5% നമ്മുടേതല്ല. അതിന്റെ 2.5% അവകാശികൾ വേറെയാണ്. ഇവിടെ ദരിദ്രരാണ്, മിസ്കീൻ, അഗതികളാണ്, അവരുടേതാണത്. അത് കൊടുത്തു വീട്ടണം. നമ്മുടെ വീട്ടിൽ ഭാര്യമാർ, മാതാക്കൾ, സഹോദരിമാർ, മക്കൾ, മരുമക്കൾ, ഇവരുടെയൊക്കെ പക്കൽ ഒരു 10.5 പവൻ സ്വർണമുണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുത്തു വീട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ, ഒരു സ്വഹാബി വനിത അവരുടെ കുഞ്ഞുമായി വരുന്നു. ആ കുഞ്ഞിന്റെ കയ്യിൽ തടിച്ച 2 വളകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ 2 വളകളുടെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞത്, ഈ 2 സ്വർണ്ണ വളകൾക്ക് പകരം നാളെ തീനാൽ നിർമ്മിക്കപ്പെട്ട 2 വളകൾ അണിയിക്കപ്പെടുന്നത് നിനക്ക് അതിൽ സന്തോഷമുണ്ടോ? നിനക്കത് തൃപ്തമാകും? അതിന് നിനക്ക് സാധിക്കും? അതിന്റെ വേദന നിനക്ക് സഹിക്കാൻ കഴിയുമോ എന്നർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ വേറെയും ഹദീസുകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലൊക്കെയാണ് ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ടെന്ന് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മാതാക്കൾ, സഹോദരിമാർ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ, അവർ അണിയുന്ന സ്വർണ്ണാഭരണം നമ്മൾ പാടുപെട്ട് അധ്വാനിച്ചുണ്ടാക്കി കൊടുത്തതാവും. നമ്മൾ നട്ടെല്ല് വെള്ളമാക്കി തീ തുപ്പുന്ന സൂര്യന്റെ ചുവട്ടിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും അത്. അതിന്റെ നിശ്ചിതമായ വിഹിതം നമ്മൾ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ ഇവിടെ അത് ഉണ്ടാക്കാൻ എത്രയാണോ കഷ്ടപ്പെട്ടത് അതിന്റെയും അപ്പുറമുള്ള കഷ്ടപ്പാട് പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളിൽ ഇത്തരം സക്കാത്ത് നൽകാത്ത ആഭരണങ്ങളെ നരകത്തിലിട്ട് പൊഴുപ്പിച്ച് ഈ കൊടുക്കാത്ത ആളുകളുടെ നെറ്റിത്തടങ്ങളിൽ, അവരുടെ പാർശ്വങ്ങളിൽ അതുകൊണ്ട് ചൂടുവെക്കും, പൊള്ളിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. സക്കാത്ത് നൽകാത്ത ധനം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സർപ്പമായി അതിനെ രൂപാന്തരപ്പെടുത്തും എന്ന് വളരെ പ്രബലമായ ഹദീസിൽ കാണാം. ഒരു സർപ്പമായി അതിനെ രൂപാന്തരപ്പെടുത്തി സക്കാത്ത് നൽകാത്ത മനുഷ്യനെ അതിങ്ങനെ ചുറ്റും, അവന്റെ ശരീരത്തെ എങ്ങനെ ചുറ്റിയിട്ട് അവനെങ്ങനെ ആഞ്ഞുകൊത്തും. എന്നിട്ട് പറയും, അനകൻസുക് അനമാലുക്, നീ
സക്കാത്ത് കൊടുക്കാതെ സംഭരിച്ചു വെച്ചിരുന്ന, സൂക്ഷിച്ചു വെച്ചിരുന്ന നിന്റെ ധനമാണ് ഞാൻ എന്ന് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹലോകത്തിൽ അതിന്റെ ദുരന്തങ്ങൾ, ശിക്ഷകൾ വേറെയുണ്ട്. പരലോകത്തുള്ള ശിക്ഷകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇഹലോകത്തുള്ള ശിക്ഷകൾ നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു എന്ന് പറയാം. പക്ഷേ അതിന്റെ ദുരന്തം പരലോകത്തേക്ക് കൂടി നീണ്ടുപോകുകയാണ്. അവസാനമില്ലാത്ത ശിക്ഷയാണ്. നരകത്തിലിട്ട് പൊഴുപ്പിച്ച് ഇങ്ങനെ ചൂടുവെക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആഭരണം, കാശ്, നമ്മുടെ കച്ചവടം, ഇതൊക്കെ അതിന്റെ നിശ്ചയ ഞാൻ നേരത്തെ പറഞ്ഞ 595 ഗ്രാം. ഇന്ന് നിലവിൽ മാർക്കറ്റിൽ എന്താണോ 595 ഗ്രാം വെള്ളിയുടെ വില എന്ന് നോക്കുക. എന്നിട്ട് അത്രയും കാശ് നമ്മുടെ അത്യാവശ്യ ചെലവ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നുണ്ടോ നോക്കുക. എല്ലാ വർഷവും നമ്മൾ അധികം ആളുകളും റമദാനിനെയാണ് കണക്കാക്കിയാണ് സക്കാത്ത് കൊടുക്കാറുള്ളത് എന്നതുകൊണ്ട് ഒരു വർഷം തികഞ്ഞിട്ടുണ്ടാകുമെന്ന ധാരണയിലാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വർഷം ഇപ്പോ നോമ്പായി, വർഷം തികഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ കണക്ക് കൂട്ടിയിട്ട് ഇത്രയും സംഖ്യ നമുക്കുണ്ടെങ്കിൽ അതിന്റെ 2.5% നമ്മുടേതല്ലെന്ന് ഉറപ്പിക്കുക. അത് നമുക്ക് ഹറാമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിക്കുക. ഹറാമ് കലർന്ന ധനമാണതിന് അവർക്ക് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നു എന്ന് വിചാരിക്കുക. ഹറാമ് കലർന്ന കാശ് കൊണ്ടാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് സ്വഹീഹാകുമോ ഇല്ല എന്നുള്ള വേറെ വിഷയമാണ്. ആ പണം ഹറാമ് കലർന്ന ധനം കൊണ്ടാണ് നമ്മൾ വീട് വെക്കുന്നത്. ആ ഹറാമ് കലർന്ന ധനം കൊണ്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത്. ആ ഹറാമ് കലർന്ന കാശ് കൊണ്ടാണ് മക്കൾക്ക് നമ്മൾ വസ്ത്രമെടുത്തു കൊടുക്കുന്നത്. എല്ലാം കൂടെ മൊത്തം ഒരു ഹറാമിന്റെ കലർപ്പ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ശുദ്ധീകരിക്കുക അനിവാര്യമാണ്. സഹോദരന്മാരെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ശതമാനമാണ് കൊടുക്കേണ്ടത്. പലപ്പോഴും ആളുകൾ ധാരാളമായി സ്വതക്ക ചെയ്യും. സക്കാത്ത് കൊടുക്കുന്നതിലേറെ സ്വതക്ക കൊടുക്കുന്നുണ്ടാവും. സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ മടിയാവും. അതിനൊരു കാരണമുണ്ട്. സക്കാത്ത് കൊടുത്താലാണ് സ്വതക്ക ഇതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടുക. നമുക്ക് കൂടുതൽ കൂലി മുടക്കാനുള്ള പണിയാണ് ഇബ്ലീസ് എടുക്കുക. സ്വതക്ക ആദ്യം സ്വതക്കെന്ന് പിന്തിരിപ്പിക്കും, അങ്ങനെ ഓരോന്നും പിന്തിരിപ്പിക്കും. പൂർണ്ണമായ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഒരു നന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്ന് വരുമ്പോ കൂലി കുറഞ്ഞ കാര്യം ചെയ്യിപ്പിക്കാനെങ്കിലും നോക്കുമെന്ന്. സക്കാത്ത് കൊടുത്തല്ല കൂടുതൽ കൂലി ഇട്ട. അപ്പൊ ആ കൂലി കുറക്കാനെങ്കിലും അവൻ നോക്കും. സ്വതക്കക്ക് കൂലില്ല എന്നല്ല, അതിന്റെ താഴെയാണ്. ഏത് കാര്യം പൊതു നിയമം, ഫറലായ കാര്യങ്ങൾക്കാണ് സുന്നത്തായ കാര്യങ്ങളെക്കാൾ കൂടുതൽ കൂലി. സക്കാത്ത് ഫറലാണ്, നിർബന്ധമാണ്. മറ്റു സ്വതക്കണ് ഐച്ഛികമാണ്. അതുകൊണ്ട് അത് സക്കാത്തിന്റെ അത്ര കൂലി അതിനുണ്ടാവില്ല. സക്കാത്ത് കൊടുക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ പല കാരണങ്ങൾ, പല ദുർബോധനങ്ങളും പിശാച് നൽകും. ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് ഭവിക്കും എന്നവൻ ബോധനം നൽകും. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ വലിപ്പത്തിലുള്ള വീടുണ്ടാക്കുന്ന സമയത്ത് ഈ ബോധം അവൻ തരില്ല. അതവന് ഇഷ്ടമാണ്. നമുക്ക് വീട്ടിലോ അത്യാവശ്യത്തിലുള്ള സൗകര്യങ്ങളെ വീടിലൊക്കെ അപ്പുറം നമുക്ക് ആവശ്യമില്ലാത്ത അത്ര വലുപ്പത്തിൽ വീടുണ്ടാക്കി നോക്കുമ്പോ ഇത്ര വലിയ വീടുണ്ടാക്കില്ലേ ദരിദ്രനാവും. അവിടെ ആ ബോധം ഉണ്ടാവില്ല. ഒരു 1, 2, 1.5 ലക്ഷത്തിനൊക്കെ ഫോൺ വാങ്ങുമ്പോ ഇത്ര വലിയ കാശ് കൊടുത്തൊന്നും ഫോൺ വാങ്ങണ്ട, ദരിദ്രനാവും. അവിടെ ബോധം ഉണ്ടാവില്ല. കാരണം അതൊക്കെ അവന് ഇഷ്ടമല്ല കാര്യം. ഏറ്റവും മുന്തിയ വസ്ത്രം, ഏറ്റവും മുന്തിയ ഇസ്രാഫിനെ ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും മുന്തിയ വസ്ത്രം വാങ്ങുമ്പോ ഈ ബോധം ഉണ്ടാവില്ല. ഏറ്റവും മുന്തിയ വാഹനം അത് വാങ്ങിയപ്പോ എന്നെ ദാരിദ്ര്യം പിടികൂടുമ്പോ അങ്ങനെ ഒരു ചിന്ത അവൻ ഇട്ട് തരില്ല. കാരണം ഇതൊക്കെ അവൻ നമ്മളെ കൂടെ ചെയ്യിപ്പിക്കും. അത് ചെയ്യാൻ വേണ്ടത്. നേരെ മറിച്ച് സക്കാത്ത് സ്വതക്കൊക്കെ ആവുമ്പോ അവിടെയാണ് ഈ ദാരിദ്ര്യത്തെ കുറിച്ചുള്ള
ഈ ചെന്തിട്ടെന്ന് നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ നോക്കും. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇനിയൊന്നുണ്ട് സഹോദരന്മാരെ, നമ്മുടെ കയ്യിലുള്ള ധനത്തിന്റെ സകാത്ത് അത് നമ്മൾ നൽകി അത് വീട്ടിയാൽ ആ ധനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കാശ്, നമ്മുടെ ധനം എന്ന് പറഞ്ഞാൽ അതാണ്. 10 പവൻ സ്വർണ്ണാഭരണം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുത്തു വീട്ടിയാൽ ആ കൊടുത്തു വീട്ടിയതാണ് നമ്മുടെ കാശ് എന്ന് പറയുന്നത്. പലപ്പോഴും മക്കളെ നമ്മൾ സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ മഞ്ഞ ലോകത്തിൽ പൊതിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് യാത്ര അയക്കുമ്പോൾ പോലും പറഞ്ഞയക്കുമ്പോൾ പോലും മോളോട് പലതും പറയും. പക്ഷെ മോളെ, ഈ സ്വർണ്ണാഭരണം നിനക്ക് ഞാൻ തന്നതാണ്, അതിന്റെ ഉടമ നീയാണ്, അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് നീയാണ്, വാപ്പ അറിയില്ല എന്നൊരു ഉപദേശം പോലും കൊടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. ഞാൻ പറഞ്ഞോളൂ, നമ്മൾ കൊടുത്ത് വീട്ടിയതാണ് നമ്മുടേത്. നമ്മൾ മരിച്ചാൽ മക്കൾ, നമ്മൾക്ക് എന്ന് കാശുണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ പറയുമ്പോ ധനാഢ്യരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോ ധനാഢ്യർ എന്നുള്ള കാഴ്ചപ്പാട് തന്നെ തിരുത്തി എഴുതണം. വലിയ പണക്കാർ എന്ന അർത്ഥത്തിലല്ല. 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള കാശ് ഒരു കൊല്ലം വരെ നമ്മുടെ കയ്യിലുണ്ടായ നമ്മളെ പണക്കാര്. ശറഇന്റെ ഭാഷയിൽ അവൻ പണക്കാരനാണ്, ശറഇന്റെ ഭാഷയിൽ അവൻ ഖനിയാണ്, അല്ലാതെ കോടിപതിയാകുക എന്നല്ല. കോടിപതികളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ വളരെ പരിമിതമേ ആളുകളെ ഉണ്ടാവുള്ളൂ. ഈ കണക്ക് വെച്ച് നോക്കുമ്പോ ഓരോ പ്രദേശത്തും ഓരോ പഞ്ചായത്തിലും ധനാഢ്യർ, ഇസ്ലാമിന്റെ ശറഇന്റെ കാഴ്ചപ്പാടിലുള്ള ധനാഢ്യർ ധാരാളം ഉണ്ടാകും. ആ ധനാഢ്യരെല്ലാം അവരവരുടേതായ പ്രാദേശികമായി തന്നെ അവരുടെ ഇടങ്ങളിലുള്ള ദരിദ്രരായ ആളുകൾക്ക് ഇത് കൃത്യമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുത്താൽ ആ ഗ്രാമത്തിലെ, ആ പഞ്ചായത്തിലെ ദാരിദ്ര്യ നിർമാർജനത്തിന് അത് മതിയാകും. അവകാശം കിട്ടിയാൽ അത് കൃത്യമായി അതിന്റെ കണക്ക് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ ഒരു പാവപ്പെട്ടവന് കൃത്യമായി നമ്മൾ കണക്കൊക്കെ നോക്കി കൃത്യമായി സക്കാത്തിന് കൊടുത്താൽ ഏതായാലും അടുത്ത വർഷം അവന് കൊടുക്കേണ്ടി വരില്ല. അവൻ സ്വയം പര്യാപ്തനായി മാറിയിട്ടുണ്ടോ, അവൻ വല്ല ജോലിയിലോ ഒക്കെ കയറി അവൻ പിന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് സലഫുകൾ ചെയ്തിരുന്നത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, 2-ാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വന്നു എന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പരിമിതമായ കാലമാണ് അദ്ദേഹം ഭരണം നടത്തിയിട്ടുള്ളൂ. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം അവരുടെ ഉപജീവനത്തിനുള്ള സ്വയം പര്യാപ്തരായി അവർ മാറുന്നൊരവസ്ഥയിലേക്ക് ഖലീഫക്ക് സാധിച്ചത് അതിലുണ്ട്. ഇസ്ലാമിലെ സക്കാത്ത് കൃത്യമായി നടപ്പാക്കിയാൽ അവിടെ ദാരിദ്ര്യമില്ല, ഓരോരുത്തർക്കും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പറ്റും എന്നൊരു സന്ദേശം അതിലുണ്ട്. വളരെ ചുരുങ്ങിയ കാലമാണ് അദ്ദേഹം ഭരണം നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൊടുത്തു വീട്ടുക, മക്കൾ കൊടുക്കുക. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്നുള്ള നമ്മുടെ കയ്യിലുള്ള കാശ് നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഒരുപക്ഷെ അത് ഇല്ലാതെ ആവാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാവാം. ഒരു രോഗം വന്നാൽ മതി, 18ഉം 20ഉം ലക്ഷമൊക്കെ അല്ലെങ്കിൽ കോടിയൊക്കെ ചെലവ് വരുന്ന നിങ്ങളെ ചികിത്സക്ക് ഇത്ര കോടി വേണം. നമ്മൾ പത്രങ്ങളെ പലപ്പോഴും വായിക്കാറുണ്ട്. ഇത്ര കോടി രൂപമാണ് ചികിത്സക്ക്. ഒരു ചെറിയ ടെസ്റ്റിലൂടെ ആയിരിക്കും വർഷങ്ങളായി മാരകമായ രോഗങ്ങളും പേറി നടക്കുകയാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുക. അപ്പൊ നമ്മുടെ ഇല്ലതാകെ എല്ലാം അരിച്ച് പൊറുക്കി വിറ്റാൽ പോലും മതിയാകാതെ വരും. ഇതൊക്കെ തകിടം മറിയാൻ നിമിഷങ്ങൾ മതി. അതുകൊണ്ട് ഉള്ള സമയത്ത് കൊടുത്തു വീട്ടുക. ഒരു പ്രളയമുണ്ടായാൽ മതി, എല്ലാ സമ്പാദ്യം മണ്ണിനടിയിലായി.
ഒരു രേഖയുമില്ലാതെ, ഒന്നുമില്ലാതെ, ഒരു സമ്പാദ്യവുമില്ലാതെ, ഒന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നിട്ടുള്ള എത്ര കോടീശ്വരന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പല പ്രളയങ്ങളും ഉണ്ടായിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ലഭ്യമായ സമയത്ത് അത് വിനിയോഗിക്കുക. അതാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. നമ്മൾ മരിച്ചാൽ മക്കൾ അത് അനന്തരമായി എടുക്കും. മക്കൾ അതുകൊണ്ട് എന്താ ചെയ്യാന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി വേണ്ടാവൃത്തിയിൽ ചെലവഴിക്കും, വേറെന്തെങ്കിലും മാർഗത്തിൽ ചെലവഴിക്കും. മക്കൾ നമുക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അതിന്റെ കൂലി കിട്ടും. പക്ഷെ അങ്ങനെ അവർ ചെയ്യും നമുക്ക് ഉറപ്പില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ വയ്യ. അതുകൊണ്ട് സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പരലോക ജീവിതം ഭദ്രമാക്കാൻ ഈ കാര്യങ്ങൾ ചെലവഴിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുനാഫിഖൂൻ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നു, വൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം വന്നെത്തുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ വിനിയോഗിക്കുക, ചെലവഴിക്കുക. അവിടെ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് നൽകിയത്. മരണം വന്നെത്തുന്നതിന് മുമ്പ്. മരണമെപ്പോഴാ വരിക? ഏത് സമയവും വരാം. മരണം വരതിയെപ്പോലെ ഏത് സമയവും വരാം. അത് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചുകൊള്ളൂ. എന്തിന് ചെലവഴിക്കണം? അത് ധർമ്മം. എന്തിന് ധർമ്മം ചെയ്യണം? അത് സകാത്തും ഐച്ഛിക ദാനധർമ്മങ്ങളെല്ലാം പെടും. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ റമദാൻ കഴിയുന്ന എല്ലാ വെള്ളിയാഴ്ച, റമദാനിലെ ഓരോ വെള്ളിയാഴ്ചയും നമ്മളിവിടെ നടത്തുന്ന പൊതുധനശേഖരണം എന്ന് പറയുന്നത് നമ്മുടെ പള്ളി പരിപാലനത്തിലുള്ളതാണ്. അത് സക്കാത്ത് വിഹിതത്തിലല്ല കൊടുക്കേണ്ടത്, അത് സ്വതക്കയാണ്. സ്വതക്കയായി നമ്മൾ നൽകേണ്ടതാണ്. അത് നമ്മുടെ ബാധ്യത കൂടിയാണ്. നിർബന്ധ സക്കാത്തിന് പുറമെയുള്ള മറ്റു നിർബന്ധമായ ബാധ്യതകളിൽ പെടുന്നതാണ്. അടുത്തൊരു വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ പറയാൻ കേൾക്കാൻ നിങ്ങൾ ഉണ്ടാകുമോ? പറയുക സാധ്യമല്ല. അടുത്ത നിമിഷം ഉണ്ടാകുമോ? പറയുക സാധ്യമല്ല. അതുകൊണ്ട് ലഭ്യമായ ഓരോ നിമിഷവും, ഓരോ നിമിഷാർദ്ധവും സ്വതഖയായും നമ്മുടെ പ്രാർത്ഥനകളായും അദ്കാറുകളായും നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ, ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ മരണം വന്നതിന് മുമ്പ് അത് ചെയ്തുകൊള്ളൂ. മരണം വരെ അടുക്കി പിടിച്ച് അതിങ്ങനെ സൂക്ഷിച്ചു വെച്ച് കൊടുക്കാതിരിക്കുന്ന ആൾ മരണവേളയിൽ അവൻ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹു ഒരു അടുത്ത് കുറഞ്ഞൊരു സമയം കൂടെ ആയുസ് നീട്ടിത്തരൂ, ഞാൻ ധർമ്മം ചെയ്യാം. അവിടെയും ധർമ്മത്തിന്റെ പ്രാധാന്യമാണ്. കുറച്ച് സമയം കൂടി നീട്ടി തന്നെ നിസ്കരിച്ചോളാം, സക്കാത്ത് കൊടുത്തോളാം, ഹജ്ജിന് പോയിക്കോളാം, അതിന് പകരം ഞാൻ ധർമ്മം ചെയ്യാം. ധർമ്മത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. വകും മിനസ് സ്വാലിഹീൻ, ഞാൻ സജ്ജനങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യാം എന്നവൻ പറയുമെന്നാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നെത്തുന്നതിന് മുമ്പ് നമ്മൾ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ധർമ്മം ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകണം. ഇക്കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് നിർവഹിക്കാനുള്ള ജിഹാദ് എന്ന് പറയുന്നത് വൈജ്ഞാനികമായ ജിഹാദാണ്. കുട്ടികളെ പഠിപ്പിക്കുക, അവരെ വളർത്തിക്കൊണ്ടുവരിക, സമർത്ഥരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക. ഇതിലാണ് നമ്മൾ സമ്പത്ത് കൂടുതൽ ചെലവഴിക്കേണ്ടത്. ഇക്കാലത്തെ ജിഹാദ് എന്ന് പറയുന്നത് വൈജ്ഞാനികമാണ്. ഇക്കാലത്തെ ഏറ്റവും അനുയോജ്യമായ ആയുധം എന്ന് പറയുന്നത് വിജ്ഞാനമാണ്. ആ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടുള്ള, അതിനു വേണ്ടി നടത്തപ്പെടുന്ന ജാമിഅൽ ഹിന്ദ് പോലെയുള്ള സ്ഥാപനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കാൻ കൂടി നിങ്ങൾ മനസ്സ് വെക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, റമദാൻ
നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ കൂടുതൽ വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള സുന്നത്ത്. നബി അങ്ങനെയാണ് ചെയ്തിരുന്നത്, അങ്ങനെ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാൾ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ബറക്കത്ത് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാർ അവരുടെ നോമ്പിന്റെ ഒരു പ്രത്യേകതയായി സമയമായാലും നോമ്പ് തുറക്കില്ല. അത് ജൂതന്മാരുടെ നോമ്പ് അങ്ങനെയാണ്. സൂര്യനൊക്കെ അസ്തമിച്ച് നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ പ്രകടമാകുന്ന അത്രയും അവർ പലപ്പോഴും നോമ്പ് തുറക്കൽ പിന്തിപ്പിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ ആകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമയമായാൽ നോമ്പ് തുറക്കുക. ഇപ്പൊ എപ്പോഴാണ് സമയം? ചില സഹോദരങ്ങളുടെ പള്ളികളിൽ നിന്ന് മഗ്രിബ് ബാങ്ക് കുറച്ച് വൈകിയും സുബഹി ബാങ്ക് കുറച്ച് നേരത്തെയും വിളിക്കാറുണ്ട്. അത് ആ കലണ്ടർ നമസ്കാര സമയ പട്ടിക തയ്യാറാക്കിയ ഉസ്താദുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കലണ്ടർ തയ്യാറാക്കിയപ്പോൾ ഇത് മഗ്രിബ് കുറച്ച് വൈകിയും സുബഹി കുറച്ച് നേരത്തെയുമാക്കിയിട്ടാണ് ഈ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിന് സൂക്ഷ്മത എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള വേറെ വിഷയം. ഏതായിരുന്നാലും അതിൽ പറയുന്ന ടൈം എന്ന് പറയുന്നത് മഗ്രിബ് കുറച്ച് വൈകിയും സുബഹി കുറച്ച് നേരത്തെയുമാണെന്ന് അവർ എഴുതി വച്ചിട്ടുണ്ട്. രേഖയാണ്. അതുകൊണ്ട് ചില പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുകൾ അതിങ്ങനെ ഈ സമയം വൈകി കൊടുക്കുന്ന ബാങ്കുകളാണ്. ഇതൊന്നും വേണ്ട. നിങ്ങളെ ചെറിയ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയോട് അവന്റെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് കാസർഗോഡ് ജില്ലയിൽ നമ്മൾ നമസ്കാര സമയത്തിന്റെ സ്റ്റാൻഡേർഡ് സമയം എപ്പോഴാണെന്നൊന്ന് മോനതിൽ നോക്കിയിട്ടൊന്ന് കണ്ടെത്തുക പറഞ്ഞാൽ അവൻ അത് നിങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അത് കാണിച്ചിരുന്ന കാസർഗോഡ് മഗ്രിബ് തിരക്കാണ്. ഞാൻ ഇപ്പോൾ ഖുതുബക്ക് കയറുന്നതിന് മുമ്പ് ഈ നമ്മുടെ ഈ ടൈമറിൽ കൊടുത്ത സമയവും നെറ്റിൽ നോക്കുന്ന സമയവും കറക്റ്റാണ്. ഇതിൽ കൊടുത്ത അതേ സമയമാണ് കാസർഗോഡ് ജില്ലയിൽ ഓരോ സ്കാത്തിന്റെയും ഷുറൂഖിന്റെയും അടക്കമുള്ള തുലൂഹിന്റെ അടക്കമുള്ള സമയം വളരെ കൃത്യം. 1 മിനിറ്റ് പോലും വ്യത്യാസമല്ല. ഇതിപ്പോ ഇന്ന് ഇക്കാലത്ത് അതൊന്നൊരു വിഷയമല്ല, ആർക്കും കണ്ടെത്താം. പ്രാദേശികമായ സമയം വരെ സെക്കൻഡ് വെച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പിന്നെയും സമയത്തെ ചൊല്ലി ഒരു വസ്വാസിലും സഹോദരങ്ങൾ അതിൽ കുടുങ്ങേണ്ടെന്ന കാര്യമില്ല. നിങ്ങളുടെ നോമ്പ് ഇവിടെ കൊടുക്കുന്ന ബാങ്ക് കേട്ടിട്ട് നോമ്പ് തുറന്നത് കൊണ്ട് ഒരാളെ നോമ്പും ബാത്തിലാവില്ല. ഒരാളെ നോമ്പും ബാത്തിലാകുന്ന പ്രശ്നമില്ല. അപ്പൊ അതിലൊരു ശങ്കയോ സംശയമോ ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. ആ കാര്യം എല്ലാ ആളുകളും ഓർത്തു വെക്കുക. അതിലൊരു സംശയത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു കാര്യവുമില്ല. ഇത് ഖുതുബയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ നമ്മുടെ അഖിലും വസഖിലും റമദാനിൽ അത് വിശദമായി പറഞ്ഞതാണ്. അതാരെങ്കിലും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സാന്ദർഭികമായത് ഒന്നുകൂടെ ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ട വിധം ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.